ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ സ്ഥാനമില്ല. ആ മനസ്സിൽ ഇടവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മാഡം, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഗുഡ് നൈറ്റ്. പക്ഷെ ഗോപാലേട്ടൻ ഒന്ന് ഓർക്കണം, നമ്മുടെ 3 പെൺമക്കളുടെയും ജീവിതം വലിയ പ്രശ്നത്തിലൂടെയാ കടന്നു പോകുന്നത്. അവരുടെ ഓരോരുത്തരുടെ ജീവിതവും ഏതെല്ലാം രീതിയിൽ നേരെയാക്കണമെന്നറിയാത്ത അവസ്ഥയില്ല. ഈ സമയത്തൊരു താങ്ങും തണലും ആവേണ്ട ആള് ജയിലിൽ പോയി കിടന്ന എന്നെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ കൂടുവോ? പണ്ടത്തെ ശാരദ അല്ല ഇപ്പോഴത്തെ ശാരദ. പണ്ടത്തെ വീറും വാശിയും ഒന്നുമില്ല. തരണം ചെയ്ത് മുന്നേറാനുള്ള കഴിവുമില്ല. പക്ഷെ ശാരദ, ഇതിനെങ്ങനെയാണ് പിന്നീട് അവസാനം ഉണ്ടാവുക? നീയും മക്കളും സ്വസ്ഥമാവണം. നിങ്ങളിലേക്ക് ഒരു അന്വേഷണം വരാതെ എന്നിലേക്ക് മാത്രമായിട്ട് ഒതുക്കുക. അതുമാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. എന്നായാലും ഒരിക്കൽ പിടിക്കപ്പെടും. അത് ഇത്തിരി നേരത്തെ ആയാൽ അത്രയും സമാധാനം വരുമല്ലോ. അത്രയും ഞാൻ ചിന്തിച്ചുള്ളൂ. എന്റെ ഗോപാലേട്ട, നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവുന്ന നിങ്ങൾ ഈ പറയുന്നേ? ഒറ്റയ്ക്കാക്കി പോകാൻ എളുപ്പ. അത് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ അന്നത്തെ അവസ്ഥ അല്ല ഗോപാലേട്ട ഇന്ന്. ഒരാളുടെയും ജീവിതം ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ശാപം കിട്ടിയ ജന്മ ശാരദയുടെയും മക്കളുടെയും. ഈശ്വരൻ കൽപ്പിച്ചു കൂട്ടി തരുന്നതെല്ലാം കണ്ണീരും കൈയും മാത്ര. ഒറ്റയ്ക്ക് നീന്തി പതച്ച് കരകയറാൻ പറ്റാത്തോണ്ട് പറയുക. ദയവ് ചെയ്ത് അരുതാത്തതൊന്നും ഗോപാലേട്ടൻ ഇപ്പൊ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ചെയ്ത അതും കൂടി താങ്ങാനുള്ള കെൽപ്പ് ഈ കുടുംബത്തിനില്ല. തകർന്നു പോവും ഞങ്ങളും ഈ കുടുംബവും. നിനക്കെല്ലാത്തിനും കൂട്ടുനിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ നിന്റെ മരുമകൻ വിഷ്ണുവിനെ തന്നെയാ. അവനെ ഞാൻ തീർക്കും. വേദനിച്ച് കാണില്ല. കാരണം കുറച്ച് മണിക്കൂറുകളായിട്ട് ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും തിരിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. എടി, ഇവൾ എന്റെ ഭാര്യ മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാ. ഇവിടെ ചില വീട്ടമ്മമാരെ പോലെ ചിന്തിക്കാനോ അധപതിക്കാനോ പാടില്ല. വിഷ്ണുവേട്ട, വിഷ്ണുവേട്ട, ആനോ പറഞ്ഞോ. എന്തായി മാഡം, സാറ് നോർമലായോ? എനിക്കാണെങ്കിൽ അത് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. കാരണം ഞാൻ മാഡത്തിനെ ഇത്രയും സങ്കടപ്പെട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാ വിളിച്ചത്. അനു, നമുക്ക് ജീവിതത്തിൽ ഒരു ഭാഗ്യമേ ഉണ്ടാവൂ. ആ ഒരു ഭാഗ്യ നമ്മളെ രക്ഷിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഭാഗ്യ
ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തട്ടിപ്പറിച്ച് കളഞ്ഞിരിക്കുന്ന എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതെന്റെ വിഷ്ണുട്ടൻ തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു നിമിഷം പുറകോട്ട് ചിന്തിക്കണമായിരുന്നു. തെറ്റ് പറ്റിയത് എനിക്ക്. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചതിനുള്ള ശിക്ഷ അതാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ അതെല്ലാം പറഞ്ഞ് മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്താണ് മാഡം കാര്യം? സാറുമായി മനസ്സ് തുറന്ന് സംസാരിക്കുക, തെറ്റുകൾ പരസ്പരം ഏറ്റു പറഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങുക. ഇപ്പൊ ജീവിതത്തിൽ സംഭവിച്ച ഈ കരടെല്ലാം താനെ മറന്നുപോകും. ഉറക്കം കെടുത്തുന്ന വലിയ വലിയ വാർത്തകൾ കണ്ടിട്ടില്ലേ? 1-2 ദിവസമേ അതിന് ആയുസുള്ളൂ. പിന്നെ പുതിയ വാർത്തകൾ വരുമ്പോ ജനം അതിന്റെ പിന്നാലെ പോവില്ലേ? പഴയത് മറക്കുകയും ചെയ്യും. മനസ്സുകൾ കൊണ്ട് ഒന്നായവർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടായാൽ അത് കൂട്ടി യോജിപ്പിക്കാൻ വലിയ പാടാനോ. ഞങ്ങൾക്കിടയില് ഞാൻ ആ വിള്ളലുണ്ടാക്കി. ഞങ്ങള് രണ്ടുപേരും മാത്രമുള്ള ഒരു മുറിയിൽ തീരേണ്ട കാര്യം ഞാനായിട്ട് വലിയൊരു വാർത്തയാക്കി മാറ്റി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായാനോ, ഒരു ഭർത്താക്കന്മാരെയും ഒരു ഭാര്യയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കരുത്. അതവർക്ക് സഹിക്കാനാവില്ല. ഇനി എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ സ്ഥാനമില്ല. ആ മനസ്സിൽ ഇടവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മാഡം അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഗുഡ് നൈറ്റ്. വിഷ്ണുവേട്ട, എല്ലാത്തിനും മാപ്പ്.